വെള്ളരിയും പരിപ്പും കൂടി തേങ്ങ അരച്ചൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു കഷ്ണം വെള്ളരി, കുറച്ച് പരിപ്പ്, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് എരിവൊന്നുമില്ല കേട്ടോ, ഉണ്ടമുളക് എന്ന് പേരേ ഉള്ളൂ, എരിവില്ല. ഇതൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞ് കുക്കറിലേക്ക് ഇടാം. ഒന്നര സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും, പിന്നെ നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ സ്ലോയിൽ ആക്കി 2 വിസിൽ കൂടി അടുപ്പിക്കാം. അതിന് ശേഷം നമ്മൾ തേങ്ങ ചിരവിയതിന് ശേഷം മിക്സിയിലിട്ടടിക്കുക. മിക്സിയിൽ നമ്മൾ ചേർക്കേണ്ട ചെറിയ ഉള്ളി, വലുതാണേ 1, ചെറുതാണേ 2, കുറച്ച് ജീരകവും ചേർത്തിട്ട് മിക്സിയിലിട്ടടിക്കണം. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം, നല്ലോണം വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. നല്ലോണമൊക്കെ വെന്തിട്ടുണ്ട്, പരിപ്പൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കുക. കറി നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക, കുറച്ചധികം വെള്ളം ചേർക്കുക. തിളയ്ക്കുന്നേരം പിന്നെയും കുറുകാൻ ചാൻസ് ഉണ്ട്. കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കി വെച്ചതിന് ശേഷം വറവിടാനുള്ളത് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, വറമുളക് ഉണ്ട്, വറമുളക് വറമുളക് എൻ്റെ കയ്യിലില്ല, അതിനെക്കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. കറിവേപ്പിലയും ഇട്ട് നമുക്കിനി കറിയിലേക്ക് ഒഴിക്കാം.